മോദി ഗവൺമെന്റിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കാൻ ഒരു കേന്ദ്ര ധനമന്ത്രിയുടെ തന്നെ ഭർത്താവിന് കഴിയുമെങ്കിൽ ആ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. മോദി മന്ത്രിസഭയിലെ കരുത്തിയായ വനിതയും ധനമന്ത്രിയുമായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും കണ്ണിലെ കരടായി മാറിയിട്ട് നാളുകൾ കുറച്ചായി. രാജ്യം ആദരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ പരകാല പ്രഭാകർ വീണ്ടും കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ രാഷ്ട്രീയ നയങ്ങളെയും തെരഞ്ഞെടുപ്പ് അട്ടിമറികളെയും കുറിച്ച് പരസ്യമായി സംസാരിക്കുന്ന അദ്ദേഹം ഇത്തവണ ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നിരത്തിയാണ് അട്ടിമറി ആരോപണം ഉന്നയിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കരൺ ധാപ്പറുമായുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളെ അക്കമിട്ട് നിരത്തി അദ്ദേഹം BJPയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഔദ്യോഗിക രേഖകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പിലെ ദുരൂഹതകൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. 2024 മെയ് 13 നടന്ന ആന്ധ്രാപ്രദേശ് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് രീതികൾ പരിശോധിച്ചാൽ ലോകത്തൊരിടത്തും നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മെയ് 13 രാത്രി 11:45 മെയ് 14 പുലർച്ചെ 2 മണിക്കും ഇടയിലുള്ള വെറും 135 മിനിറ്റിനുള്ളിൽ ആന്ധ്രയിൽ വോട്ടിംഗ് ശതമാനത്തിൽ 4.16% അവിശ്വസനീയമായ വർധനമാണ് ഉണ്ടായത്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഏകദേശം 17 ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു എന്നത് ഭൗതികമായി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. സംസ്ഥാനത്തെ 3500 ബൂത്തുകളിലെ കണക്ക് പരിശോധിച്ചാൽ ഓരോ ബൂത്തിലും ശരാശരി 491 വോട്ടുകൾ ഈ 135 മിനിറ്റിനുള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതായത് ഒരു മിനിറ്റിൽ 3.6 വോട്ടർമാർ വീതം വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്ക്. ആന്ധ്രയിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ സമയമാണ് വോട്ടെടുപ്പ് നടന്നത്. ഒരു വോട്ടർ ബൂത്തിനകത്ത് പ്രവേശിച്ച് തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് വിരലിൽ മഷി പുരട്ടി അതിനുശേഷം 2 EVM മെഷീനുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ കേവലം 6 സെക്കൻഡ് മാത്രമാണ് ലഭിച്ചത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഒരു EVM മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ VVPAT മെഷീനിൽ സ്ലിപ്പ് തെളിഞ്ഞു വീഴാൻ തന്നെ കുറഞ്ഞത് 7 സെക്കൻഡ് സമയം ആവശ്യമാണ്. 2 മെഷീനുകൾക്കായി ഈ സമയം 14 സെക്കൻഡായി മാറും. അങ്ങനെ ഇരിക്കെ വെറും 6 സെക്കൻഡിനുള്ളിൽ ഒരാൾ 2 വോട്ടുകൾ രേഖപ്പെടുത്തി പുറത്തിറങ്ങിയെന്നത് അസംബന്ധമാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതിന്റെ വ്യക്തമായ തെളിവാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അന്ന് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള വോട്ടിംഗ് നിരക്ക് പരിശോധിച്ചാൽ ഈ ദുരൂഹത കൂടുതൽ വ്യക്തമാകും. ആ 3 മണിക്കൂർ സമയത്ത് ബൂത്തുകളിൽ മണിക്കൂറിൽ ശരാശരി 7 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ രാത്രി വൈകിയപ്പോൾ വോട്ടിംഗ് വേഗത മിനിറ്റിൽ 4ഓളം വോട്ടുകളായി മാറിയത് എങ്ങനെയാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ക്യൂവിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വാദിച്ചാൽ പോലും അത്രയും വലിയ ജനക്കൂട്ടം പുലർച്ചെ വരെ ക്ഷമയോടെ കാത്തുനിന്നു എന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഓരോ വോട്ടർക്കും വോട്ട് ചെയ്യാൻ ലഭിച്ച സമയം വെറും 6 സെക്കൻഡ് ആണെന്നിരിക്കെ യഥാർത്ഥത്തിൽ വോട്ടർമാർക്ക് പകരം മറ്റാരോ ആണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന സംശയമാണ് പരകാല പ്രഭാകർ പങ്കുവയ്ക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി കത്തയച്ചിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും കമ്മീഷൻ ഇപ്പോഴും മൗനം വെടിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു മുൻപ് മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും തെരഞ്ഞെടുപ്പുകളിലെ അപാകതകൾ താൻ കമ്മീഷനെ അറിയിച്ചിരുന്നു. എന്നാൽ ഒന്നിനും ഇതുവരെ മറുപടിയോ വിശദീകരണമോ നൽകാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിയുടെ ഭർത്താവായിരുന്നിട്ടും ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ മാധ്യമങ്ങൾ പോലും ഇക്കാര്യങ്ങൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 175 നിയമസഭാ സീറ്റുകളിൽ 164 സീറ്റുകളും നേടി സഖ്യം നേടിയ വിജയം ജനവിധിയാണോ അതോ ഇത്തരം അട്ടിമറികളിലൂടെ നേടിയതാണോ എന്ന് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരകാല പ്രഭാകറിന്റെ വെളിപ്പെടുത്തൽ ജനങ്ങളും പ്രതിപക്ഷവും ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. കോടതിയെ നേരിട്ട് സമീപിച്ച് കമ്മീഷനെ കൊണ്ട് ഉത്തരം പറയിക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ പരകാല പ്രഭാകർ.